വർഷം കഴിഞ്ഞിട്ടില്ല എന്റെ കോള് കാണുമ്പോഴേ ഞാൻ വിചാരിച്ചിനി എന്തോ ചൊറയിലെ കാര്യമാണ്. നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അതിനാണ് എന്റെ പേടിയും. നീ അത് വിട്. നീ ഗോവൻ എന്താ കൊണ്ടുവന്നേ? ഗോവ എന്നല്ല സാധനം കൊണ്ടുവന്നിട്ടുണ്ടാ, നീ പേടിക്കണ്ട, അതെല്ലാം നമുക്ക് സെറ്റാക്കാം. സന്ദീപേ, പരിപാടി എങ്ങനെയാ? റെഡിയല്ലേ? അമ്മാനോടൊക്കെ സെറ്റാക്കിണ്ട്. അല്ല ശരിയാക്കാം. നല്ല ഐശ്വര്യല്ലേ വീടല്ലേ? ആ സാധനം വള്ളിയാണ്. ഓ, അയാളെ വീട് കണ്ടന്നെ പറയുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു വൈബേഷ് വേൾഡ്. ഇന്ന് നമ്മൾ കല്യാണ വീടിന്റെ അടുക്കളയിലാണുള്ളത്. നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ഇതെന്റെ മദറിലോ ആണ്, പേര് സൗമ്യ. ഞാൻ അമ്മയെന്നാണ് വിളിക്കുക. ഇതിവിടുത്തെ അച്ഛന്റെ പെങ്ങളാണ് രാധ. ഹലോ ഹലോ. ചിന്നു അല്പം പിണക്കത്തിലാണെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞിനുള്ള പാലാണല്ലോ. ഹലോ ഷംന, എവിടെയാണിത്? കാണാനല്ലോ ഷംന. ഈ തട്ടൊക്കെ ഒന്ന് ഊരി വെച്ച് ന്യൂജനായിക്കൂടെ? ഈ ചെമ്പിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. റൂമിലുണ്ട് മോളെ. ആണോ? ആ ലുഡോയാ? ഞാനുണ്ട് കളിക്കാൻ. എന്താടി? ഒന്നുമില്ല. ഇവിടെ എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ? എടി, അവൻ ഇവിടെ കല്യാണത്തിരക്കിൽ സജീവായിട്ടുണ്ട്. എന്ത് കുന്തത്തിനാന്നറിയില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. പോടാ പട്ടി. ഫോൺ തന്നെ. ഇനി ഫോൺ എടുത്ത് അടി കിട്ടും നിനക്ക്. അച്ചു, നിനക്ക് നാളെ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സാണ് ഇതാ. ഇതായിരുന്നല്ലോ. ഇതൊക്കെ ഇതാ നല്ലത്. അച്ഛന് കൂടുതൽ ഇഷ്ടായത് ഇതാ. അപ്പൊ ഇവിടെ അച്ഛന്റെ ഇഷ്ടാണോ? എന്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? അല്ലെങ്കിൽ ചെക്കന്റെ വീട്ടുകാരുടെ അല്ലേ നോക്കേണ്ടത്? ഓ, അവിടെയും പിന്നെ അച്ഛന്റെ ഇഷ്ടമായിരിക്കല്ലേ നടക്കുന്നത്. ഇത് ആനന്ദേട്ടൻ കൊണ്ടുവന്ന ഡ്രസ്സല്ലേ? കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. രസല്ലേ? ആ, നമുക്ക് പണ്ട് വല്ലതും കിട്ടിയിരുന്ന. ഇപ്പത്തെ കുട്ടികൾ ചിന്തിക്കുമ്പോ തന്നെ കയ്യിലെത്തി. ഭംഗിയുണ്ട് മോളെ, ഇത് ഇട്ടോ. മോൾക്ക് വേണ്ടേ? എന്താ ഒരു സംശയം? വന്നിരുന്നോ? നല്ല മാച്ചാണല്ലോ അല്ലേ? അവന്റെ ഡ്രസ്സായിട്ട് മാച്ച് ഇതാ. പോ, ഇതിട്ടാ മതി. മോളെ മോക്ക് ഇഷ്ടമായിട്ടില്ല, നമുക്ക് മാറ്റിയെടുക്കാം. മധുരം കിട്ടാ. വെള്ളം കിട്ടിയില്ലല്ലോ. ഇല്ല, ഒരു പരിപാടികളൊന്നും. അത് പിന്നെ കല്യാണത്തലേന്ന് എങ്ങനെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ചിലരൊക്കെ വരില്ലോ. അത് പിന്നെ നമ്മള് കുടുംബക്കാരും ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ തലേന്നേ വരണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അതിനപ്പുറത്ത് എന്റെ വീട്. വള്ളക്കെണ്ണല്ല ജോറാനിപ്പ. അടിപൊളി തന്നെ. സന്ദീപ് വന്നല്ലോ, പെങ്ങളുടെ ഒറ്റ മോനാ. അവൻ എറണാകുളത്തേക്ക് ജോലിക്ക് പോയാ പെങ്ങള് ഇവിടെ തന്നെ. അതിന് തറവാടല്ലേ, പെങ്ങൾക്കും മോനും ഇല്ല അവകാശമുള്ളതല്ലേ. ഇനി നാട്ടുകാരോട് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കണം. അത് ശരിയാണെങ്കിലും ഇവിടുത്തെയാണെങ്കിലും ആദായം എടുക്കുന്ന ഇയാൾ തന്നെയാണ്. ഇല്ല സോമേട്ടാ, നേട്ടാ നിങ്ങൾ ഇന്ന് തന്നെ ഈ തറവാട് പോകാൻ വെക്കോ? അതൊന്നും എടുത്തേ. ഞാൻ പിടിക്കാം.
ക്ഷീണിച്ചല്ലോ മോനെ. എടാ ഇതൊന്നും അങ്ങനെ വെച്ചോ. നീ വെച്ചാ മതി, ഞാൻ കുറച്ച് ബിസിയാ. സ്വർണ്ണ ആനന്ദേട്ടന്റെ സെലക്ഷൻ നല്ലതല്ലേ? ആ അതെ അതെ, അത്രയൊന്നും വേണ്ടില്ലായിരുന്നു. പൊന്നിനിപ്പോ എന്താ വില? അമ്മ ഇതെവിടെ വെക്കണ്ടേ? നീ തന്നെയാണോ അത് ചുമന്നോണ്ട് വരുന്നേ? നിനക്ക് വേറെ ആരെങ്കിലും കൂടെ കൂട്ടിക്കൂടെ ഇരുന്നോ? അബി ഉണ്ടായിരുന്നില്ലേ അവിടെ? ഭയങ്കര തിരക്കില്ല. ഇവനേറ്റിച്ചിട്ടിപ്പോ എന്താ? ഓ, നിങ്ങളെ മോനൊരാബി. അതെ, ഈ എക്സ്ട്രാ മീൻ പൊരിച്ച മുട്ട പൊരിച്ചൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവനെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. ഇനിയേ നിങ്ങൾ കുറച്ചേരം സംസാരിച്ചിരിക്കേ, ഞങ്ങളുമായിട്ട് കുറച്ച് ചിക്കൻ പാർട്സ് കട്ടിട്ട് വരാം. എടാ വാ മതി കളിച്ച്. ഓൾ ദി ബെസ്റ്റ്. നീ മിണ്ടരുത്. പേടിക്കല്ലേ, എല്ലാം സെറ്റാണെന്ന്. നീ ഒറ്റൊരാൾ കാരണം ഇത് 11 മണിക്കൂർ വരെ എത്തിച്ചത്. ആവശ്യമില്ലാത്ത ടെൻഷനും. ഇതിപ്പോ ഞാൻ എങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തു കിടക്കും? അതാദ്യം പറ. ഇത് കൊള്ളാലോ, അമ്മാവിന്റെ സെലക്ഷന്. ദേ, പുലർച്ചെ 3 മണിക്ക് മുമ്പ് ഇവിടുന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ സകലത്തും വെള്ളത്തിലാവും. നിന്റെ ഒരു തമാശ കളി. എല്ലാം വെള്ളത്തിലായിരിക്കും. ആന്നേ. വാസ്കോ ഗോവയിലില്ലേ? ആടെയും മദ്യക്കുന്ന പരിപാടി ഞാൻ നിനക്ക്. ഓ, മധ്യപ്രദേശ്. പൊളി മോനെ. നിങ്ങൾക്ക് ഇതേലൊന്ന് പൊളിച്ച് തിന്നൂടാ സുനിയേട്ടാ? പഴം പൊളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, സാധനം പൊളിയാ. എന്റെ പൊന്നു ബ്രോ, ഇങ്ങനെ ഫോട്ടോ എടുത്ത് കളിക്കാണ്ട് ഒന്ന് അടിച്ചേ. ഞാൻ മദ്യം കഴിക്കില്ല, ഞാൻ മദ്യപാനത്തിൽ വ്ളോഗിങ് ചെയ്യുന്നതല്ലേ. അടിക്ക് എല്ലാരും അടിക്ക്. എന്നാ ബ്രോ ഇത് പിടി. ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. അടി. നീ ഇങ്ങനെ ഡാർക്ക് ആവല്ലേ? നീ ബാക്കിയുള്ളവരെ കാണിക്കാനെങ്കിലും നീ ഒന്ന് ഹാപ്പി ആവും. ഞാൻ ഹാപ്പിയാണ്. ഇതാണ് ഹാപ്പി. നമ്മുടെ പ്ലാൻ പൊളിയൂട്ടാ. നമ്മളിവിടെ ഒളിച്ചോടാൻ പ്ലാനൊക്കെ ചെയ്തിരിക്കുക. എല്ലാം സെറ്റാണ്. നീ ഒന്ന് ചിരിച്ചേ. ഇങ്ങനെയല്ല, നന്നായി ചിരിക്കേ. ഇത് ഡയമണ്ടാ? ആവശ്യം വരൂട്ടാ. അമ്മാവന്റെ സെലക്ഷൻ ആവൂലേ? ആരുണ്ടിത് വെള്ളം കൂട്ടാതൊറ്റയിരുപ്പിന് ഉള്ളിത് മോന്താൻ തുണയുണ്ടേലാടിപ്പാടി താളമടിക്കാം തകതകതകത. പാട്ടെല്ലാം വേറൊരു ലെവലാ, ആട്ടത്തിന് സ്മോളടി മസ്റ്റാ. കടമിഴിയില് കാണാ പൂരം, മാസക്കിത് പുടമുറി നേരം. തീരാളിപ്പട്ടും ചുറ്റി കൊണ്ടാടും നേരത്തോ അടിതടപടയണി വേണം. ഇനിയോ ദിനമൊഴി വടി കടകം അടിമുടി തരികിട ചുവട് പിഴച്ച തരികിട നദിതോ. ചിരിയായി പടരും പല നാളുകൾ തുടരും ഒരാഘോഷം.
പെണ്ണിൻ മനമറിയുന്നവരാരോ കുമാരൻ വന്നാൽ തട്ടിൽ തരതല പറയുന്നവളോ നാട്ടാരും അറിയാത്തൊരു കഥ പറയുവതാരോ അടിതട പടയടി മേളം ഇനി യോഗിന മൊഴിപടി കടകം അടിപൊളി കരികിട ചുവട് പിഴച്ച കരികിട തകതിരിതോ പ്രിയ വന്നേ നീ എന്നറ ഈ കാമുകീര കല്യാണത്തലേന്ന് കാമുകം കളിക്കുന്ന കളി കളിക്കുന്നു. അല്ലെങ്കിലും അതങ്ങനെയല്ലേ, ഞാനത് വിട്ടുപോയി. എടാ ഇത് അങ്ങനെയൊന്നല്ല, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഇതൊക്കെ എടാ ഇതൊക്കെ എന്നെ വേണോന്ന്. വേണ്ടടാ, അവള് കല്യാണം കഴിഞ്ഞ് പോയിട്ടാകുമ്പോട്ട്. എടാ ബോട്ടെ, ഇതെല്ലാം 1-2 ആഴ്ച മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്, അറിയോ എനിക്ക്? എടാ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അവൾക്കാണെച്ചാ പറഞ്ഞാൽ മനസ്സിലാവൂല. എടാ അമ്മാവനോട് നല്ല കടപ്പാടുണ്ട്, എന്നെ വളർത്തി വലുതാക്കിയതല്ലേ. എടാ നീ നിന്നെ കൊണ്ടാകുന്ന കാര്യമെല്ലാം ചെയ്യുന്നില്ല. പിന്നെ നമ്മളെ പ്ലാനിൽ ഏകദേശം വർക്കൗട്ടായി വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ അളിയനില്ലേ ആബി, ഓനാണെങ്കിൽ അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല. നീ ഒരു കാര്യമാക്ക്, ഓനെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ട. ഓൻ അടിച്ച് ഓഫായാലേ നമ്മളെ പ്ലാനിലെ കറക്റ്റ് വർക്കാവും, മനസ്സിലായ? നീ ഒരു കാര്യമാക്ക്, പോ, ബേജാറാണ്ട് പോടാ. ഞാൻ ഇല്ല എൻ്റെ അപ്പുറം, ഇല്ലേ ഇല്ലേ. ആ നീ ഇവിടെയാണോ? ആ ഉണ്ണിമാമ എന്റെ റൂമിൽ കയറി കിടന്നു. എടാ നീ അങ്ങോട്ട് പോരെ, എന്റെ വീട്ടിൽ എന്റെ മുറിയിൽ കിടന്നോ. ഏയ് ഞാൻ ഇവിടെ കിടന്നോളാം, സെറ്റാണ്. അവനോ കോമൺ സെൻസ് ഇല്ല, നീയൊന്നും അവനെ കൊണ്ട് പോയേ. നീയേ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. നാളെ മുതൽ ഇത് എന്റെ റൂമാ. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാണ്ട്. ഞാൻ റൂമില്ലാതെ കിടക്കാൻ വരുമ്പോഴേ അവൾ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്. എനിക്കും കിടക്കണ്ടേ? അവളെ കല്യാണം വിചാരിച്ചിട്ട് എനിക്ക് ഉറങ്ങണ്ടേ? എങ്ങോട്ടായി കൊണ്ടുവന്നേ? കല്യാണമൊക്കെ അല്ലേ, കാര്യം പറയും. നീ ഇങ്ങോട്ട് വന്നേ. എടാ സന്ദീപേ, അടിച്ചു കഴിഞ്ഞാൽ മുഹൂർത്തത്തിന് എത്താൻ പറ്റില്ലേ? നീ എന്റെ മാനം കെടുത്തല്ലേ. അവൻ പറയാം അവന്റെ കൂടെ കട്ടക്കി പിടിച്ചു വെക്കാൻ ഇവിടെ ആരുമില്ലാന്ന്. എനിക്ക് അത്ര കപ്പാസിറ്റി ഇല്ലാന്ന് അറിയാലോ. എടാ ഞാൻ വല്ലപ്പോഴും ഇടിച്ചിട്ട് കഴിച്ചാലായി, കട്ടക്ക് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ ഒരു ചെറുത് മതി, ചെറുത് അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വാ. അബി 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 ഒഴിക്ക്. ഞാനേ നീ ഒഴിക്കോ, നീ അടിക്കി അടിക്കടിക്ക് വെള്ളം വെള്ളമൊന്നും വേണ്ട, ചെറുതായിരിക്കും. മതി പോവാ, അടിക്കി. എന്നാ ചെറുത് മതി, ചെറുതായി. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മ 2 ആഴ്ച മോശമല്ലേ? കട്ടക്ക് നിക്കണമെന്നല്ല പറഞ്ഞത്. അയ്യോ സാധനം തീർന്നല്ലോ. സന്ദീപേ, ഒരു 5-6 അടിച്ചാലൊരു മജയുള്ളൂ. ഞാന് നമ്മുടെ സുരേട്ടനെ വിളിക്കാം. നീ സുരേനൊന്നും വിളിക്കണ്ട, നീ വന്നേ. ഈ ബ്രോ ഗോവയെന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നീ വന്നേ. ഗോവയിലാണെങ്കിൽ ഈ സമയത്ത് നാളെ മുഹൂർത്തത്തിന്. എന്ത് മുഹൂർത്തം? അയ്യോ ഇത് ഏത് കാട്ടിലേക്ക് കൊണ്ടുവന്നു? മാന്തിക്കുറോ മാന്തിക്കോ കിട്ടും. ഇടപെടുന്നാണല്ലോ, കിട്ടും. മാന്തിക്കോ. നീ ഇത് എവിടെയാ? എത്ര നേരായി വിളിക്കുന്നേ? ഞങ്ങൾ ഇവിടെ ജാതിക തോട്ടത്തിലാ. എന്ത്? അബി എവിടെ? നീ അവനെ കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണോ? നീ ഒന്ന് വെച്ചേ, അല്ലെങ്കിൽ ഇവന്മാര് ഇവിടെ മാന്തി കുഴിയാക്ക എല്ലായിടത്തും. ഞാൻ വിളിക്കാം അങ്ങോട്ട്. വെക്കല്. ഹലോ, ജാതി മാറിയിരിക്കണോ? ഈ നട്ടപ്പാരി ജാതി ഒന്നും പറയല്ലോ. ജാതി അല്ലടോ, ജാതിക്ക.
മതം മാരേജ് ആദ്യമായിരിക്കും അല്ലേ? എടാ എടീ തടം തോക്കണേ നീ വിളിച്ചു വരുത്തി. ഇല്ല അല്ല ഇതേപോലത്തെ ഒന്നല്ലേ ഉള്ളൂ. കുടുംബം മൊത്തം അങ്ങനെയുണ്ട്. ഇതെന്താ ഗേൾസ് ഇരിക്കുന്നുണ്ടായോ? നാടനാണല്ലോ. നാടാനമ്മ നാടനാണ് തന്മ. രണ്ടറിഞ്ഞിട്ട് വരാം. ഇവന് മാനസിക എന്തേലും ചേട്ടാ എന്റെ അച്ഛൻ നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. അമ്മാവനൊന്നും കിടന്നിട്ടില്ലല്ലോ. അബിയാണെങ്കി തെങ്ങിന്റെ മോള. പിന്നെന്താ? ഇവിടുത്തെ പരിപാടികളൊക്കെ തീരട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് സംസാരിക്കട്ടാ. എടാ ഇവൻ ഓഫാക്കിയിട്ട് നീ നിന്റെ ഓളം കൊണ്ട് ഒളിച്ചോളൊന്നും ഉണ്ടാവില്ല. എടാ നീ നിന്റെ നാവ് വളച്ചോരുന്ന് പറയല്ലേ. അതല്ല നമുക്ക് വന്നെ ഒപ്പരന്ന് അതിനൊരു ഐഡിയ ഉണ്ട്. അബി 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 എനക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നടിക്കട്ടാ. നീ ഒന്നും പറയണ്ട. നീ ഇപ്പൊ ഒന്നും പറയല്ലേ. റെഡിയാക്കി തരാം. എടാ അബി, സന്ദീപും നിന്റെ പെങ്ങളും തമ്മില് പ്രേമത്തിലാണ്. അവരിന്ന് ഒളിച്ചോടുക്കും. ബേജാറാവണ്ട. എടാ ഞാൻ നിന്നോടത് പറയാൻ നിൽക്കരുത്. സെറ്റാ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഓളെയും വിളിച്ചിട്ട് പോയി സന്തോഷമായിട്ട് ജീവിക്കുവാനെ. സന്തോഷമായിട്ട് നീ എന്റെ വീട്ടില് അവിടെ പോയി വേണ്ട, നിനക്ക് ചെറുത് നിന്നോടടിക്കണം. ആ ചേട്ടാ എവിടെത്തി? ഇത് ഞങ്ങളിത് ഇറങ്ങാറായി. ആരാ? ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോ എടുക്കാൻ. ഇതൊക്കെ കണ്ടപ്പോഴേ ഞാനും ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയി. എനിക്കൊരു മോളാണേ. കെട്ടിക്കാറായതാ? 2 വയസ്സ്. ഓ ഫീലിങ്സ്. മക്കളിങ്ങനെ എന്താ ചെയ്യല്ലേ? താൻ എന്ത് തെങ്ങോടോ പറഞ്ഞു? ഇതെന്താ ഫോട്ടോ എടുക്കാൻ പാതിരാത്രിക്കാ പറഞ്ഞേ? നാളെ രാവിലെ അല്ലേ കല്യാണം? അതും അമ്പലത്തിൽ. ഞാനിങ്ങനെ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഒളിച്ചോട്ട പരിപാടി അല്ല, ഇങ്ങനെയുള്ള ഒരു വർക്കേ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ബട്ട് ഐ എം പ്രൊഫഷണൽ. അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കും. സമയമായിരുന്ന മോള് പറഞ്ഞു വിളിച്ചോക്കട്ടെ. മോളല്ല, ഞാനാ അവിടെ നിശ്ചയിക്കണേ. താപ്പ ചെല്ലേ. അല്ല, ഇന്ന് നാളെ അമ്പലത്തിൽ കല്യാണം. ചെല്ല്. കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ.
കുട്ടിയല്ല തന്ത ഓടുന്ന വെറുതെ അല്ലോട് തൻ്റെ മോള് ഒളിച്ചോടി പോകുന്നത്. എടി സന്ദീപ് നിന്റെ അച്ഛൻ പെങ്ങളുടെ മോൻ തന്നെയല്ലേ? വീട്ടിൽ പറഞ്ഞ അവര് നടത്തി തരൂലേ? അവരിതൊന്നും സമ്മതിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ കസിൻസ് തമ്മിൽ കല്യാണം കഴിക്കുന്ന രീതിയൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. അച്ഛൻ അതൊന്നും ഇഷ്ടാവില്ല. ഞങ്ങൾ എന്തായാലും ഒടിച്ചോടും. അല്ലെങ്കിലും എന്റെ ലൈഫ് എന്റെ ചോയ്സ് അല്ലേ? അതിപ്പോ നന്നായാലും മോശമായാലും എന്റെ തീരുമാനമല്ലേ ആവേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേ ഉള്ളൂ കല്യാണം പോലെ ഒരാളുടെ പേഴ്സണൽ ചോയ്സിൽ കുടുംബക്കാരിടപെടുന്ന ഈ ഡാർക്ക് പരിപാടികൾ. അച്ഛൻ ഉറങ്ങിയില്ലേ? നീ എന്താ ഈ ഡ്രസ്സില്? എടാ, അച്ഛന് നല്ല ടെൻഷനുണ്ട്. പക്ഷേ നീ അതൊന്നും കാര്യാക്കണ്ട. നമ്മളെ ആരെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതിയല്ലോ അവർക്കൊക്കെ. നിനക്കറിയാലോ, ഷമീർ ഖാനെ കാണുമ്പോ എനിക്കിപ്പോഴും ചങ്ക് പടയ്ക്കും. സുമേഷ് ഏട്ടന്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? മോക്ക് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ചേച്ചിന്റെ അടുത്ത് പറ. ഒന്നുമില്ല ചേച്ചി. ചേച്ചി ഒന്ന് പോയി കിടന്നുറങ്ങിക്കേ. എനിക്ക് ഉറക്കം വരുന്നു. അച്ചു, നീ ആ പിന്നിലത്തെ ഡോറിന് സന്ദീപ് പിന്നിലേക്ക് പോരെ. ജാതിക്കെട്ട് മാറ്റിയതാണോ? ആ, വേറെ എവിടെയും കിട്ടില്ല. ഇരിക്കി. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. അമ്മാവ എനിക്ക് വേണ്ട. ബഹുമാനൊക്കെ ആവാം, പക്ഷെ പോണ്ട. അടിക്ക്. അമ്മാവ ഞാൻ അടിക്കുന്നില്ല. മക്കളുടെ സന്തോഷ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അവരത് തിരിച്ചറിയില്ല. കുഞ്ഞായിരിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഒക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കും. പക്ഷെ ഒരിക്കൽ പോലും അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം എന്താണെന്ന് അവരോർക്കാറില്ല. ചെറുപ്പം തൊട്ട് അവളുടെ മാത്രമല്ല, നിൻ്റെ ഇഷ്ടങ്ങളുടെ കാര്യത്തിൽ ഈ അമ്മാവൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഓ, അമ്മാവ ഞാൻ എന്നോട് ലേബർ റൂമിൽ നിന്ന് ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന അന്ന് മുതൽ ഏതൊരു അച്ഛനും അമ്മയും കാണുന്നൊരു സ്വപ്നമുണ്ട്. അച്ചു ജനിക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. കുട്ടികൾ വലുതാവുമ്പോൾ അവരവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകും, എല്ലാം മറക്കും. നിങ്ങൾ എത്രയൊക്കെ വലുതായാലും അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ആ ലേബർ റൂമിൽ നിന്ന് കിട്ടിയ കുഞ്ഞിൻ്റെ മുഖമായിരിക്കും. ഞങ്ങൾ പിന്നെയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. നിന്നെ പ്രസവിച്ച സമയത്ത് അളിയൻ്റെ കയ്യിലല്ല, ഞാനാ നിന്നെ വാങ്ങിയത്. മരുമകനായിട്ടല്ല, മകനായിട്ടാ നിന്നെ വളർത്തിയത്. പറഞ്ഞു വഴകിയൊരു വാചകമുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാക്കുമ്പോഴേ മനസ്സിലാകുന്നു. അമ്മാവ ഞാൻ
ഓടറാ. അച്ചു എവിടെ? എന്താട്ടാ? അതെനിക്ക് അതെ കുട്ടികളുടെ ഇഷ്ടമാണ് വെച്ചാലേ ഞാനതങ്ങനെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിന്ന് പണിക്കരെ പോയി കണ്ടു, ഒരു മുഹൂർത്തം നിശ്ചയിച്ചിട്ടുണ്ട്. നോക്ക് നീ. ഏട്ടന്റെ ഇഷ്ടം പോലെ. ഏട്ടനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമല്ലോ. ഇതും അങ്ങനെ മതി. നിന്നെ പ്രേമിച്ചപ്പോ ഞാൻ കരുതി അച്ഛൻ ഇതെങ്കിലും എതിർക്കുമെന്ന്. അങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ഒരു ഇഷ്ടമെങ്കിലും വിജയിക്കുന്നു തോന്നി. ഇതിപ്പോ നിന്നെ കെട്ടേണ്ടത് എന്നേക്കാൾ കൂടുതൽ ആവശ്യം അച്ഛൻ്റെ ആയ പോലെയായി. ഇതിപ്പോ എന്താ പെങ്ങളമോൻ മരുമോൻ പെങ്ങളമോൻ. വിട്ട്. നീ ആരോടാണ് ഈ വാശി കാണിക്കണേ? സ്വന്തം അച്ഛനോടാ. പഠിക്കുന്ന കോഴ്സ് തൊട്ട് കഴിക്കുന്ന എന്താന്നൊരു തീരുമാനിക്കുന്നത് അച്ഛനാ. നിനക്ക് അതാ നല്ലത് ഇതാ നല്ലത്, നീ അത് ചെയ് ഇത് ചെയ്. എനിക്ക് അവർ തരുന്ന ഒക്കെ ബെസ്റ്റ് ആയിരിക്കാം. അച്ഛൻ അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ കല്യാണ കാര്യത്തില് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തീരുമാനിക്കുന്ന അച്ഛനാ. ഓ, പെണ്ണായതുകൊണ്ടായിരിക്കുമല്ലോ. നാളെ നീയും വരും നിന്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിട്ട്. എന്റെ അച്ചു ആര് ഈ കല്യാണം നടത്തിയാലും അത് നടന്നാ പോരെ? പോരാ. എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് എന്റെ കല്യാണം. അത് എന്റെ ഇഷ്ടത്തിന് വേണം നടക്കാൻ. ഞാൻ തീരുമാനിച്ചു. ആരും അറിയാതെ വേണം നമ്മുടെ കല്യാണം. നമ്മൾ പണ്ട് തീരുമാനിച്ച പോലെ. അതെ, അവർ ഉറപ്പിച്ച നമ്മളെ കല്യാണത്തിന് മുന്നേ നമുക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കണം. ഒരു റിയൽ പ്രേമ കല്യാണം. ഒന്ന് പുറത്തുണ്ടോ എന്നിട്ടൊന്ന് ചേർന്ന് തന്നോ? എടാ, എന്താ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? ഞാൻ പറഞ്ഞല്ലേ ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം. നിർത്ത്. ആ മക്കളെ, നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി കേട്ടോ. ആ പിന്നെ മോളെ, ഹണിമൂൺ ട്രിപ്പിൻ്റെ കാര്യം മലേഷ്യയാണ് നല്ലത്. അച്ഛൻ 12-ാം തീയതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സന്തോഷമായില്ലേ? ഓക്കെ. ചേട്ടാ ഒരു ഫോട്ടോ എടുക്കോ പെട്ടെന്ന്. സ്മൈൽ പ്ലീസ്.